ഹലോ, എല്ലാവർക്കും BSc വിന്നർ 2024 ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ സെഷനിലൂടെ നമ്മൾ നോക്കുന്നത് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ദർപ്പണങ്ങളും ലെൻസസുമാണ്. മിറേഴ്സ് ആൻഡ് ലെൻസസ് ആണ്. ലെൻസുകളെ കുറിച്ചും ദർപ്പണങ്ങളെ കുറിച്ചുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസത്തെ റെഗുലർ റിഫ്ലക്ഷൻ എന്നറിയപ്പെടാറുണ്ട്. ക്രമപ്രതിഫലനം. വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസമാണ് ക്രമപ്രതിഫലനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം അഥവാ ഇറഗുലർ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നറിയപ്പെടുന്നത്. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം അഥവാ ഇറഗുലർ ഓർ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. സമതല ദർപ്പണത്തിൽ മാത്രമല്ല, മിനുസമുള്ള വക്രതലങ്ങളിലും അതായത് കേർവ്ഡ് സർഫസിലും പ്രതിബിംബങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ പ്രതിബിംബങ്ങൾ സമതല ദർപ്പണത്തിൽ മാത്രമല്ല, കേർവ്ഡ് സർഫസിലും എന്ത് ചെയ്യും? പ്രതിബിംബങ്ങൾ ഉണ്ടാവും. ഉപരിതലം സമതലമായ ദർപ്പണങ്ങളാണ് സമതല ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് ഉദാഹരണമായിട്ട് നമ്മുടെ സമതല ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി അല്ലെ, മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണങ്ങൾക്ക് ഉദാഹരണമാണ്. ഉപരിതലം സമതലമായ ദർപ്പണമാണ്. പ്രതിപതനം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതനം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ദാറ്റ്സ് സ്ഫെറിക്കൽ മിറർ. സൂത്രക്കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിറർ ആണ്. ഈ സ്ഫെറിക്കൽ മിററിൽ അതായത് ഗോളീയ ദർപ്പണങ്ങളിലെ പ്രതിപതനം ഗോളത്തിന്റെ ഭാഗമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കോൺകേവ് ദർപ്പണങ്ങൾ, കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ഗോളീയ ദർപ്പണങ്ങൾ. അപ്പോൾ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവും കോൺവെക്സ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. ഓർത്തിരിക്കണം, കോൺകേവ് മിറർ എന്നറിയപ്പെടുന്നത് പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് മിറർ എന്നറിയപ്പെടുന്നത് അല്ലെ. കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു, കോൺകേവ് ആകുമ്പോൾ അകത്തേക്ക് ഉന്തി നിൽക്കുന്നു. ഇത് രണ്ടും ഗോളീയ ദർപ്പണങ്ങളാണ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് ഫ്ലിന്റ് ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഗ്ലാസ് ആയി നമ്മൾ ഉപയോഗിക്കുന്ന ദർപ്പണം മിറർ ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം, സെന്റർ ഓഫ് കർവേച്ചർ എന്നറിയപ്പെടുന്നത്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രത്തെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നറിയപ്പെടുന്നത് അഥവാ വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓർത്തിരിക്കണം, വക്രതാ കേന്ദ്രത്തിൽ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ദർപ്പണത്തിന് ലംബമായിരിക്കും അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രത ആരം എന്നറിയപ്പെടുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നറിയപ്പെടുന്നത്. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രത ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്നാണ് അറിയപ്പെടുന്നത്. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയ്ക്ക് ഒരു പേരുണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ആണ് മുഖ്യ അക്ഷം. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെയാണ് പോൾ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ആ പോളിനെയും വക്രതാ കേന്ദ്രത്തെയും ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ്. ഗോളീയ ദർപ്പണത്തിൽ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഓർത്തിരിക്കണം, ഗോളീയ ദർപ്പണത്തിൽ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും.
ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം എന്നറിയപ്പെടുന്നത്. ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്ന് അറിയപ്പെടുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം നമ്മൾ അറിയാം, ഫോക്കസ് ദൂരത്തെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ദർപ്പണത്തിന്റെ വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ, അതിനെ ആർ എന്ന് ഡിനോട്ട് ചെയ്യും. ആ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2 ആയിരിക്കും. അതായത് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്നറിയപ്പെടുന്നത് ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. അതായത് ഫോക്കസ് ദൂരത്തെ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യും, റേഡിയസ് ഓഫ് കർവേച്ചറിനെ വക്രത ആരത്തെ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതിന്റെ പകുതി ആയിരിക്കും, വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് F is equal to R by 2 ആയിരിക്കും. ഇനി അടുത്ത നമ്മള് മിറേഴ്സിനെ കുറിച്ചാണ്, ലെൻസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ് എന്നറിയപ്പെടുന്നത്. ലെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടല്ലേ, ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ഒരു ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്നറിയപ്പെടുന്നത്. ഫോക്കസ് ദൂരം ഒരു ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയ്ക്കുള്ള അകലത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് അറിയപ്പെടുന്നത്. നേത്ര ലെൻസിന്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശിയാണ്, ഓർത്തിരിക്കണം, സീലിയറി പേശിയാണ് നേത്ര ലെൻസിന്റെ ഫോക്കസ് ദൂരം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശി. വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും എന്നാൽ സമീപ വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിന്റെ ന്യൂനതയാണ് നമ്മൾ ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്നത്, അല്ലെ? ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റും, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാതിരിക്കാൻ സാധിക്കുന്ന കണ്ണിന്റെ അവസ്ഥയാണ്, ന്യൂനതയാണ് ദീർഘദൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാതിരിക്കാൻ കഴിയുകയും ഉള്ള കണ്ണിന്റെ അവസ്ഥ അല്ലെങ്കിൽ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി, അല്ലെ? ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഓർത്തിരിക്കണം. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാതിരിക്കുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ കണ്ണിന്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് അറിയപ്പെടുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായി കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഓർത്തിരിക്കണം, 25 സെന്റിമീറ്റർ അകലെ വരെ ഒരു ആരോഗ്യമുള്ള വ്യക്തിയുടെ കണ്ണുകൾക്ക് വ്യക്തിയുടെ ആരോഗ്യമുള്ള കണ്ണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായ കാഴ്ചയ്ക്ക് കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാത്ത വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കൽ ലെങ്ത് ക്രമീകരിക്കാനുള്ള കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കണ്ണിന്റെ പവർ ഓഫ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നത് വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാത്ത വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് അറിയപ്പെടുന്നത്. കോൺവെക്സ് ലെൻസ് അഥവാ സംവ്രജന ലെൻസ് അഥവാ ഉത്തല ലെൻസ്. നമുക്ക് കോൺവെക്സ് ലെൻസ്, സംവ്രജന ലെൻസ്, ഉത്തല ലെൻസ് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ മധ്യം കൊണ്ട് കനം കൂടുതലായിരിക്കും, മിഡിൽ ഭാഗം കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ മധ്യഭാഗം കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമാണ്. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നതും കോൺവെക്സ് ലെൻസ് ആണ്, ഓർത്തിരിക്കണം. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം, യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും, ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. നേത്ര ലെൻസ് ബൈകോൺവെക്സ് ആണ്. കണ്ണിൽ ഉപയോഗിക്കുന്ന ലെൻസ് ബൈകോൺവെക്സ് ആണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കുന്ന ലെൻസാണ്.
ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത്. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ ഓർത്തിരിക്കണം. എക്സാമിന് പലപ്പോഴും പല രീതിയിൽ തന്നിട്ട് ഇത് ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത് ചോദിക്കാറുണ്ട് അല്ലെ. ദീർഘദൃഷ്ടി അതായത് ഹൈപ്പർമെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. ടി വി, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. വാച്ച് നന്നാക്കുവാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത്, പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. ഓർത്തിരിക്കണം. അടുത്തത് നമ്മൾ കോൺകേവ് ലെൻസ്. അപ്പൊ ഈ കോൺകേവ് ലെൻസിനെ പല പേരിൽ അറിയപ്പെടുന്ന അവതല ലെൻസ്, വിവ്രജന ലെൻസ്, ഇതൊക്കെ കോൺകേവ് ലെൻസ് ആണ്. മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസ്. ഇവിടെ മധ്യത്തിൽ കനം കുറവായിരിക്കും കോൺകേവില്. കോൺവെക്സിലാണെങ്കിൽ മധ്യത്തിൽ കനം കൂടുതലും വക്കുകൾ കനം കുറവായിരിക്കും. ഇവിടെ മധ്യത്തിൽ കനം കുറഞ്ഞ് കോൺകേവ് ലെൻസിൽ മധ്യത്തിൽ കനം കുറഞ്ഞ്, അതായത് അവതല ലെൻസില് മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസാണ്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയാണ്. അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം വെർച്വൽ ആൻഡ് മറ്റടുത്ത് റിയൽ ആയിരുന്നു അല്ലെ. ഇവിടെ മിഥ്യയും നിവർന്നതുമാണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം. കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ, അതായത് ഹ്രസ്വദൃഷ്ടി എന്നറിയപ്പെടുന്നത് മയോപ്പിയാണ്. ആ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസ് ആയി ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസ് ആണ്. ഹോളോഗ്രാമിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. അപ്പൊ ഈ ഹോളോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. ഹോളോഗ്രഫിയുടെ പിതാവ് ഡെനിസ് ഗാബോർ ആണ്. ഓർത്തിരിക്കണം, ഹോളോഗ്രഫിയുടെ പിതാവ് ഡെനിസ് ഗാബോർ. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഓർത്തിരിക്കണം, ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. ആ ഹോളോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഹോളോഗ്രഫിയുടെ പിതാവ് ഡെനിസ് ഗാബോർ ആണ്. ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. ഓർത്തിരിക്കണം. ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് ഹൈപ്പർമെട്രോപ്പിയ. അതായത് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഓർത്തിരിക്കണം. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അസ്റ്റിഗ്മാറ്റിസം, ഓർത്തിരിക്കണം, സിലിണ്ട്രിക്കൽ ലെൻസ്. അപ്പൊ ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന കണ്ണിന്റെ ന്യൂനത പരിഹരിക്കാനായിട്ട് കോൺവെക്സ് ലെൻസും, മയോപ്പിയ കോൺകേവ് ലെൻസും, പ്രസ് ബയോപ്പിയ കോൺവെക്സ് ലെൻസും, അസ്റ്റിഗ്മാറ്റിസം സിലിണ്ട്രിക്കൽ ലെൻസാണ്. ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഉള്ള ഒരാൾക്ക് ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈകോൺവെക്സ് ലെൻസ്. അയാൾക്ക്, ഒരു വ്യക്തിക്ക് ഹ്രസ്വദൃഷ്ടിയുണ്ട്, ദീർഘദൃഷ്ടിയുണ്ട്. അയാൾക്ക് ആ ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈകോൺവെക്സ് ലെൻസ്. മനുഷ്യ നേത്രത്തിന്റെ പവർ 60D ആണ് അല്ലെ. നമുക്കറിയാം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 60D ആണ് മനുഷ്യ നേത്രത്തിന്റെ, ഡയോപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. 60D ആണ് മനുഷ്യ നേത്രത്തിന്റെ പവർ എന്ന് പറയുന്നത്. 60D ആണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മിറേഴ്സിനെ കുറിച്ചും ലെൻസസിനെ കുറിച്ചും ഒക്കെ നമ്മൾ
ഈ ക്ലാസ്സിലൂടെയും മനസ്സിലാക്കി. എല്ലാവരും PSC വിന്നർ 2024 എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി പങ്കുവെക്കുക. അടുത്ത ക്ലാസ്സിലൂടെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബായ്.